എപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, നല്ല ജോലിയില്ലേ? അല്ല, വീട്ടുകാർക്ക് ഞാൻ ജോലി മനസ്സമാധാനം അവർക്ക് വീട്ടുകാർക്ക് ഞാൻ ജോലിക്ക് പോകുന്ന താല്പര്യം, അതായത് ഉള്ള ജോലിക്ക് പോകുന്ന താല്പര്യം. പക്ഷെ എനിക്കത് പോകുന്ന വലിയ താല്പര്യമില്ല. അപ്പൊ എനിക്ക് എന്റെ താല്പര്യമില്ല വലുത്, വീട്ടുകാരുടെ താല്പര്യമില്ലല്ലോ. ഓക്കെ. ഈ പിന്നെ സിനിമയെ പറ്റി നമ്മൾ കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ഏറ്റവും കൂടുതൽ പറയണല്ല, അശ്വൻ തന്നെ പല റിവ്യൂ പറഞ്ഞിട്ടാണ് ഈ വനിത യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു പേരും അവിടെ വരുന്ന ഒരുപാട് പ്രത്യേക കഥാപാത്രങ്ങളുണ്ട്, കോമാളികൾ. ഓക്കെ, ഞാൻ ആ വേർഡ് യൂസ് ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ എന്നാലും പ്രത്യേക കോമാളി ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ കോമാളിയല്ല, അതായത് വേഷം കെട്ടി വരുന്ന ആൾക്കാരുണ്ടല്ലോ, മറ്റേ സർക്കസിലൊക്കെ വരുന്ന പോലെ ജോക്കേഴ്സ്, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പം അവിടുത്തെ റിവ്യൂ വരുന്നു. അവിടുത്തെ റിവ്യൂ ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നീട് വരുന്ന ആൾക്കാരെല്ലാം സ്ഥിരമായി ഒരേ സിനിമ, എല്ലാ സിനിമയ്ക്കും വരുന്ന ഒരേ ആൾക്കാർ എന്നുള്ളൊരു മൂഡിലേക്ക് വന്ന് ആ റിവ്യൂവിന്റെ ഒരു ജെനുവിനിറ്റി ചിലപ്പോൾ ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്നുണ്ടോ? അതിപ്പോ ഇല്ലല്ലോ, അത് പൊളിഞ്ഞിട്ട് കാലം എത്രയായി? ഇപ്പോഴും ഉണ്ട്. ഇല്ലില്ല. ആരുണ്ട്? ഒരാൾ പറഞ്ഞ ആരുമില്ല. റിവ്യൂ പറഞ്ഞ ഇഷ്ടംപോലെ എല്ലാ റിവ്യൂ പറയുന്നല്ല, മറ്റേ വേഷം കെട്ടി വന്നിട്ടുള്ള എന്താ കോസ്പ്ലേ എന്താ പറയുന്നത്, അതില്ലേ ഇപ്പോ? അങ്ങനെ ഓക്കെ ഓക്കെ. ഓരോ സിനിമയ്ക്ക് അവരിപ്പോഴും സോഷ്യൽ മീഡിയയിലും ഈ സിനിമ ലൊക്കേഷനിലും പൂജകളും സജീവമായി പോകും. ഇപ്പം എന്താ പറയുന്ന ആൾക്കാർ സിനിമയുടെ ക്രൂവും അവരെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും ഒക്കെ തന്നെയാണ്. മറ്റേ ഞാൻ പറഞ്ഞ ആറാട്ടണ്ണൻ, അലിൻ ജോസ്, അവരൊക്കെ ഇപ്പോഴും സജീവമായിട്ട് തന്നെയുണ്ട്. അവര് വേറെ വനിതാവിനിതയില്ല, അതാ ഞാൻ പറഞ്ഞേ.